ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു ആണെങ്കിൽ വെളിയിലിറങ്ങി ഒളിഞ്ഞു നോക്കുക. രാധികാമ്മ പോയോ? പോയി. അവർക്കിട്ടെ ഒരു പണി കൊടുക്കേണ്ടതാ. കൃത്യമായിട്ട് രേഖിച്ച് വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് ഗീതു അകത്തേക്ക് പോവുക. ഈ സമയം ഗീതുവിനൊരു ഫോൺ കോൾ വരികയാണ്. അത് വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ വിലാസിനി തന്നെയാണ്. ഭദ്രനാകെ അടി കിട്ടി വന്നിരിക്കുന്ന കാര്യം വിലാസിനി ഗീതുവിനോട് പറയുക. മോളെ, പൊന്നു മോളെ, വിളിച്ചുകൊണ്ട് പോയത് ആ അജാസാണ്. അജാസ് വന്നിട്ടാ അവരെ ഭദ്രേട്ടനെ വിളിച്ചുകൊണ്ട് പോയത്. എന്തോ കാര്യം പറയാനുണ്ട്, രാധികാമ്മ വിളിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞാ വിളിച്ചുകൊണ്ട് പോയത്. അച്ഛനെ അവർ കാര്യമായിട്ട് എന്തോ ചെയ്യിച്ചിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നു മോളെ, അച്ഛനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുക. അമ്മ പേടിക്കണ്ട, രാധികാമ്മ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല, അമ്മ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം അവിടെ ഗോവിന്ദനെ കണ്ട് കരഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാധിക. എന്താ അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ കരഞ്ഞു വിഷമിച്ച് നിൽക്കുന്നേ? അമ്മയ്ക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉണ്ട് മോനെ, അമ്മയ്ക്ക് ഒരുപാട് കാര്യം എന്നോട് പറയാനുണ്ട്. ഗീതുവിനെ കുറിച്ചാണ്. അമ്മയ്ക്ക് ഗീതുവിനോട് ഒരു ദേഷ്യവുമില്ല. ഗീതുവിനെ സ്നേഹിക്കുക മാത്രം അമ്മ ചെയ്തിട്ടുള്ളൂ. അവൾ എന്നോട് എന്തൊക്കെ ചെയ്താലും എനിക്ക് അവളോട് ഒരു വെറുപ്പുമില്ല മോനെ. അവൾ നിന്റെ ഭാര്യ. അങ്ങനെയുള്ളപ്പോൾ അവളെ എനിക്ക് വെറുക്കാൻ കഴിയുമോ മോനെ എന്ന് ചോദിക്കുകയാണ്. എന്താ അമ്മേ, അമ്മ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ അവളെ വെറുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ അമ്മ അവളെ വെറുത്താലും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുവാണ്. ഇല്ല മോനെ, അവൾക്ക് എന്നോട് എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതൊക്കെ മാറണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയാം. എൻ്റെ ദൈവമേ, അമ്മ എന്തിനാ അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നേ? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എത്രയൊക്കെ ആയാലും നിന്റെ ഭാര്യയല്ലേ മോനെ? എൻ്റെ ഭാര്യ. എനിക്ക് എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അമ്മയാണ് എനിക്ക് വലുത്. ഞാനത് അമ്മയോട് പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. പക്ഷേ അവൾ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ നിന്ന് ഇറക്കി വിടും. അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ അവളെ ഇറക്കി വിടണോ? ഇറക്കി വിടാം. വേണ്ട മോനെ, അങ്ങനെയൊന്നും ചെയ്യണ്ട. അമ്മയ്ക്ക് വേണ്ടി നീ അങ്ങനെയൊക്കെ ചെയ്താൽ നിന്നോട് ദൈവം പൊറുക്കില്ല. ഹേയ്, എനിക്കെൻ്റെ അമ്മ തന്നെയാണ് വലുത്. അങ്ങനെയുള്ളപ്പോൾ അവളെ എനിക്ക് അമ്മയ്ക്ക് വേണ്ടി ഇറക്കി വിട്ടാലും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് മുകളിലേക്ക് പോവുക. എടി ഗീതു, ഇപ്പം നിനക്ക് കാര്യം പിടികിട്ടിയോടി? ഗോവിന്ദന് ഞാൻ കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന കൂട്ടത്തിലാണ് ഗോവിന്ദ്. അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞാലും അവനത് ചെയ്യും. എന്തായാലും നിനക്കിവിടെ ആയുസ് അധികം നാളില്ലടി. നിന്റെ നാവ് കൊണ്ട് തന്നെ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും ഇവിടെ നിന്നും നിനക്ക് ഇറങ്ങി പോകണമെന്ന്. അങ്ങനെ ഒരു സംഭവം വരെ ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ലടി എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് സോഫയിൽ കാലുമേ കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുക. ഈ സമയം രേഖ ഇങ്ങനെ പാത്രമൊക്കെ എടുത്ത് വെച്ച് ടേബിളൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗീതു ഭയങ്കര ദേഷ്യത്തിൽ അകത്തേക്ക് കയറി വരിക. എന്താ ഗീതു, എന്താ പ്രശ്നം? ഇവിടെ ചിലർക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും തൊട്ട് കളിക്കുന്ന സ്വഭാവം കൂടിയിട്ടുണ്ട്. അവരുടെ അടിമകളാണ് ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയെന്നും വിചാരിച്ചുകൊണ്ട് നടക്കുക. എന്നാൽ അവർക്ക് തെറ്റി. എൻ്റെ സ്വഭാവ മര്യാദ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. ഞാനേ ആരാണെന്നൊന്നും നോക്കില്ല, എടുത്ത് പ്രവർത്തിച്ചു കളയും. എന്താണെങ്കിലും ഞാൻ അവരോട് ഇത് ചോദിക്കും. എന്താ ഗീതു, നീ ആരെക്കുറിച്ച് ഈ പറയുന്നേ? വേറെ ആര്? ഇവിടെയുള്ള ആ സ്ത്രീയെ തന്നെയാണ് ഞാൻ പറയുന്നത്. രാധികാമ്മ വലിയ രാജകുമാരിയാന്ന അവരുടെ വിചാരം. കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാന്നാണോ? എൻ്റെ അച്ഛനെ അവരിന്നലെ വിളിച്ചുകൊണ്ടുവന്ന് എന്താ ചെയ്തതെന്ന് എനിക്ക് അവരോട് ചോദിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറി രേഖച്ചി. എനിക്ക് അവരോട് തീരാത്ത കലിപ്പ തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു നേരെ അങ്ങോട്ട് പോവുക. അപ്പോൾ കാഞ്ചന വന്നിട്ട് എന്നാ രേഖ പാപ്പ, എന്നാ പ്രശ്നേ? അറിയില്ല കാഞ്ചനക്ക. കാഞ്ചന, ഗീതു വെളിയിൽ നിന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടാണ് വന്നത്. ഞാൻ കേട്ടു. എന്താ പറയുന്നതെന്നൊക്കെ ഞാൻ കേട്ടു. പിന്നെ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? അല്ലെങ്കിലും ആ ഭദ്രൻ ഇത്തിരി കൂടുതലാണ്. അന്താള് ഒരു സൈക്കോവാ, ഒരു പ്രാന്തൻ. അത് കേട്ടതും നീ ഇത് ഗീതുവിൻ്റെ മുൻപിൽ വെച്ച് പറയാതിരുന്നത് നന്നായി. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ ഇന്ന് നിന്റെ തലമണ്ട അടിച്ച് അവൾ പൊളിച്ചതന്നെ. അത് കേട്ടതും അപ്പോൾ ഇന്ന് രാധിക മാമിയുടെ തലമണ്ട ഗീതു അടിച്ച് പൊളിക്കും. അതെന്താ കാഞ്ചനാക്ക അങ്ങനെ പറഞ്ഞത്? അതെ, ഭദ്രൻ മാമനെ അവിടെ നിന്നും അജാസിനെ വിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ആരാന്നറിയാമോ? രാധിക മാമിയാണ് ഭദ്രൻ ചിറ്റപ്പനെ ഈ അവസ്ഥയിൽ തല്ലിയതെന്ന ഗീതു പാപ്പ ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ടത്. അത് മാത്രമല്ല, ഫോണിൽ രാധിക മാമി പറഞ്ഞിട്ടാണ് അജാസ് ഭദ്രമാമനെ വിളിച്ചുകൊണ്ട് വന്നതെന്ന്
ആ ഫോണിൽ വിളിച്ച ആൾ പറയുന്നത് ഞാനും കേട്ടു. സത്യമാണോ ഈ പറയുന്നേ? അതെ, സത്യമാണ്. ഉനക്ക് നമ്പിക്കയില്ലനാ ഏൻ പിന്നാടി വാ, ഞാൻ കാണിച്ചു തർറേ രാധിക മാമിയോട്. ദേ ഗീതു പാപ്പ എന്താ സംസാരിക്കുന്നതെന്ന്, വാ വാ പോല എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പതുക്കെ പതുക്കെ അങ്ങോട്ട് പോവുക. ഈ സമയം കാലുമേ കാലും കയറ്റിയിരുന്ന് രാധിക ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്തിട്ടാ ഗീതുവിനെ ഇവിടെ നിന്ന് ഇറക്കി വിടുക? എങ്ങനെയാ ഗീതുവിനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുക? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഗീതുവിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഗോവിന്ദന് മുൻപിൽ ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടാ നമ്മുടെ രാധിക ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗീതു അങ്ങോട്ട് വരിക. ഗീതു വന്ന് രാധികയുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുക. വാ വാ, ഞാൻ നിന്നെയും കാത്തിരിക്കുമായിരുന്നു. നിന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ ഇറക്കി വിടാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ടതും രേഖയും കാഞ്ചനയും ഞെട്ടി. എന്താ ഇത്? നമ്മുടെ മുൻപിൽ അമ്മ വേറൊരു രീതിയിൽ സംസാരിക്കുന്നു, ഗീതുവിൻ്റെ മുൻപിൽ വേറൊരു രീതിയിൽ. അതുதான் ഞാൻ சொன்னது. ബാംഗ്ലൂർക്ക് പോയിട്ട് വന്ന ഗീതു പാപ്പാ പഴയ ഗീതു പാപ്പാവാ തിരുമ്പി വരല്ലേ, புதுசா ஒரு கீது பாப்பாவா திரும்பி வந்திருக்கு. என்னமோ ഒരു പ്രശ്നം ഇവங்களுക്കുള്ള ഇருக்கு. ഒന്ന് പോ കാഞ്ചനാക്ക. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഗീതു അത് നമ്മളോട് പറയാതിരിക്കോ? ഇല്ലേ, നമുക്കേ தெரியாம என்னென்னமோ നടக்குது, അതിനാലതാ ഞാൻ சொன்னேன் എന്നും കാഞ്ചന. ദേ, ഞാൻ നിങ്ങളോട് അതൊന്നും ചോദിക്കാനല്ല വന്നത്. എന്നെ ഇവിടുന്ന് ഇറക്കി വിടാന്ന് നിങ്ങളുടെ സ്വപ്നമാണ്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഇന്നലെ നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനെ വിളിച്ചോണ്ട് വന്നോ? ഞാനെന്തിനാ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരുന്നേ? നോണ പറയരുത്. നിങ്ങളുടെ ആ ഗുണ്ടയുണ്ടല്ലോ, ആ കോട്ടിട്ട ഗുണ്ട, അവനെ വിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ അച്ഛനെ വിളിച്ചോണ്ട് പോയ കാര്യം ഞാൻ അറിഞ്ഞു. ചില മക്കളുടെ സ്വഭാവം ശരിയല്ലെങ്കിലേ അവരെ വളർത്തി വഷളാക്കിയ അച്ഛനും അമ്മയും ഒക്കെ അനുഭവിക്കേണ്ടി വരും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കാം. ഏറ്റുമുട്ടൽ നേർക്ക് നേരാവുന്നതല്ലേ? ഒരു തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിച്ചാൽ പോരെ? നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ കുടുംബത്തിലുള്ളവരെ മുഴുവനും പിടിച്ച് അതിലേക്ക് വലിച്ചയക്കുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണോ ഇല്ലയെന്ന് ആർക്കറിയാം എന്നും ഗീതു. മിണ്ടിപ്പോകരുത്, ഒരക്ഷരം ശബ്ദിച്ചു പോകരുത്. എൻ്റെ അച്ഛനെയോ അമ്മയെയോ എൻ്റെ കുടുംബത്തിലുള്ളവരെയോ തൊട്ട് കളിച്ച നിങ്ങൾ വിവരം അറിയും, മനസ്സിലായോ? ഈ ഗീതുവിൻ്റെ ഈ ഒരു മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണണ്ടായെങ്കിൽ മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്നോട് ചെയ്യും. അല്ലാതെ എൻ്റെ അച്ഛനെയും അമ്മയെയും പിടിച്ചതിലേക്ക് ഇട്ട നിങ്ങൾ ആരാന്ന് നിങ്ങളുടെ വിചാരം? നിങ്ങൾ വലിയ കൊമ്പത്തെ രാജകുമാരിയോ അല്ലെങ്കിൽ അറയ്ക്കൽ തറവാടിൻ്റെ റാണിയോ? ദേ, ഞാൻ ചില അന്വേഷണത്തിലാണ്. അറയ്ക്കൽ തറവാടിൻ്റെ യഥാർത്ഥ റാണി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ച നിങ്ങൾ പിന്നെ ഈ വീടിൻ്റെ പടിയുടെ പുറത്ത, മനസ്സിലായല്ലോ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടി? ചെയ്യാൻ പറ്റുന്നത് മുഴുവനും ഞാൻ ചെയ്യും, നിങ്ങളെ അറയ്ക്കൽ തറവാട്ടിൽ നിന്ന് ഇറക്കി വിടാൻ. അപ്പോൾ രേഖ ഞെട്ടി. അമ്മയെ ഇങ്ങനെയൊക്കെ ഗീതു സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. அதுதானே நான் சொன்னேன். பெங்களூருக்கு போய் திரும்பி வந்த கீது என்னென்னமோ தெரிஞ்சிட்டு தான் வந்திருக்கு. ராதிகா மாமி இங்கே വന്നത് എപ്പിടിയെന്നും രാധിക മാമിക്ക് ഇங்கே ഗോവിന്ദ് മാമാവുമായി ഒരു ബന്ധവും ഇല്ലെന്നും എല്ലാം ഗീതു പാപ്പക്ക് അറിയാം. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. ഈ വീടിൻ്റെ യഥാർത്ഥ അവകാശി ആരാണെന്നും ഗീതു പാപ്പ കണ്ടുപിടിക്കുമെന്നാ പറയുന്നേ. ഇനി അങ്ങനെ സംഭവിച്ച എന്താവോ എന്തോ. അല്ലെങ്കിലും രാധിക മാമിക്ക് ഒരു എല്ല് കൂടുതലാ. പണക്കാരിയാണെന്നുള്ള അഹങ്കാരം കൂടുന്നുണ്ട്. അതുകൊണ്ട് രാധിക മാമിക്ക് ഇത് കിട്ടണം. അപ്പോൾ രാധിക ഗീതുവിനോട് ചോദിക്കുക, നിനക്കിപ്പോൾ എന്താ വേണ്ടേ? എൻ്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നീ എന്നെ എന്ത് ചെയ്യും? പോലീസിൽ പരാതിപ്പെടുമോ? എന്നാ പെട്. പോലീസിനും പട്ടാളത്തിനും ഒന്നും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ഗോവിന്ദേട്ടൻ്റെ കാശ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ വാരി എറിയാൻ. അതുകൊണ്ട് അവരിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ എൻ്റെ ഗോവിന്ദേട്ടൻ്റെ പണം വാരി എറിയുമെന്നും എനിക്കറിയാം. മകൻ്റെ മുൻപിൽ അമ്മ പുണ്യാളത്തിയല്ലേ, അതുകൊണ്ട് മകൻ വിശ്വസിക്കുകയും ചെയ്യും അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും. അങ്ങനെയുള്ളപ്പോൾ അമ്മയ്ക്ക് വേണ്ടി എത്ര കാശ് വാരി എറിയാനും മകനും ഒരു മടി കാണില്ല. എന്തായാലും എൻ്റെ അച്ഛനെ തൊട്ട് കളിച്ച, ഇല്ലെങ്കിൽ എൻ്റെ അനിയനെയോ അമ്മയെയോ തൊട്ട് കളിച്ച നിങ്ങൾക്ക് പണി തരാൻ പോകുന്നത് പോലീസോ പട്ടാളോ ആയിരിക്കില്ല, ഈ ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ തന്നെ. എന്താ മനസ്സിലായോ എന്ന് പറയാണ്. ഒന്ന് പോടി, ഒരു പീറ പെണ്ണായ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങൾ കണ്ടല്ലോ. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് കൂടെ കാണിച്ചു തരണോ എന്നും ഗീതു ചോദിക്കുക. അത് കേട്ടതും ഒന്ന് പോടി, എന്നോട് ഇവിടുന്ന് പോകാൻ പറയാൻ അറയ്ക്കൽ തറവാട്ടിൽ വലിഞ്ഞു കയറി വന്നവൾക്ക് എന്താ അവകാശം എന്നും ഗീതുവിൻ്റെ ചോദ്യം കേട്ട് രാധിക ഞെട്ടി. എടി,
അതെ, ഞാൻ പറയുന്നത് സത്യമാണല്ലോ. ഞാൻ വന്നത് ഗോവിന്ദേട്ടൻ കെട്ടിയ താലിയുമായിട്ടാ. നിങ്ങളോ? നിങ്ങൾ പറ, അച്ഛൻ നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടോ എന്നും ഗീതു ചോദിക്കുന്നത് കേട്ട് രാധിക ഞെട്ടിപ്പോയി. അതെ, എന്താ പറയുക, വേലിയിൽ പോയ പാമ്പിനെ എടുത്ത് തോളെ വെച്ച അവസ്ഥയായിപ്പോയി രാധികയ്ക്ക്. രാധിക അയ്യടാന്നും പറഞ്ഞ് വായം മൂടി നിൽക്കുന്നത് കണ്ട് രേഖയും കാഞ്ചനയും, ദൈവമേ, ഗീതു പാപ്പ കേൾക്കുന്ന ചോദ്യത്തിനൊന്നും ഉത്തരമില്ലല്ലോ മാമിക്ക്. അതെ, എതുക്കെന്ന് തെരയുമാ രേഖ പാപ്പ. രാധിക മാമിയുടെ കഴുത്തിൽ മാധവൻ മാമ താലിയൊന്നും കെട്ടല്ലേ, അപ്പടിയേ കൂട്ടിയിട്ട് വന്നത്. അത് ഗീതു പാപ്പാക്ക് എപ്പിടി തിരിഞ്ഞത്? അപ്പോൾ ഈ വീട്ടിൽ കുറേ രഹസ്യങ്ങളുണ്ടോ? പിന്നെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, എല്ലാം എനക്ക് താൻ തരൂ. അത് ഗീതു പാപ്പാക്ക് എപ്പിടി തെരിഞ്ഞെന്ന് എനക്ക് തെരിയില്ല എന്നും കാഞ്ചന. അത് കേട്ടതും രേഖ ആലോചിക്കുക, ഈശ്വര, അപ്പോൾ ഈ അമ്മയ്ക്കും വരുണേട്ടനൊന്നും ഈ കുടുംബത്തിൽ ഒരവകാശവും ഇല്ലേ? ഈ വരുണേട്ടൻ തന്നെ ഇവിടുത്തെ മാധവ മാമൻ്റെ മകനാണോന്ന് സംശയം പോലും ഉണ്ട്. ആണോ? അപ്പോൾ വരുണേട്ടൻ ഇവിടുത്തെ അവകാശിയല്ലേ? അല്ല രേഖപ്പാപ്പ, അല്ലാന്ന് തന്നെയാ, അങ്ങനെ തന്നെയാ എൻ്റെ മനസ്സ് പറയുന്നത്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞാ ഗീതുപ്പാപ്പ തന്നെ എല്ലാം കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നേ. ഈശ്വര, അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളും ഗോവിന്ദേട്ടൻ്റെ സ്വത്തുക്കളൊക്കെ അനുഭവിച്ച് ഗോവിന്ദേട്ടനെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കുമായിരുന്നു വരുണേട്ടൻ. അത് കേട്ടതും സത്യമാ നീ സൊല്ലறது? അതേ കാഞ്ചന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കുടുംബത്തിൽ തൊട്ട് കളിച്ചാലുണ്ടല്ലോ നിങ്ങൾ വിവരറിയും. അറയ്ക്കല്ല രാധിക എന്നുള്ള നിങ്ങളുടെ പേര് തന്നെ മാറ്റി എഴുതി ഞാൻ, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് ഗീതു മുറിയിലേക്ക് പോവുക. ഗീതു ഇത്രയൊക്കെ പറഞ്ഞ് പോയത് കേട്ട് രാധിക ആകെ ടെൻഷൻ അടിച്ച് നഖവും കടിച്ച് ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുക. ഇവൾക്ക് ഇത്ര അഹങ്കാരോ? ഇവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം. ഇവളെന്തിനാ ഇങ്ങനെ അഹങ്കരിക്കുന്നേ? ഭദ്രന്റെ മകൾക്ക് ഇത്രയും അഹങ്കാരം ഉണ്ടെങ്കിൽ അറയ്ക്കല്ല രാധികയ്ക്ക് എന്തോരഹങ്കാരം ഉണ്ടാവും. ഞാനിവളെ തീർക്കും. ഇവളെ ഇല്ലാതാക്കാൻ എത്രയും പെട്ടെന്ന് ആളെ വിടാൻ അജാസിനോട് പറയണം, ഇല്ലെങ്കിൽ സുവർണയോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് രാധിക ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ഗീതു ഭദ്രന് വേണ്ടി അല്ലെങ്കിൽ വിലാസിനിക്ക് വേണ്ടി വേണ്ട, എന്തിന്, അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്തും ചെയ്യും. രാധികയല്ല, ഗോവിന്ദ് സാറാണ് അതിനിടയിൽ വരുന്നതെങ്കിൽ പോലും ഗീതു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക. എപ്പിസോഡ് വരാൻ വൈകും. അടിപൊളി വിശേഷങ്ങളാണ്, ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.